ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓണമൊക്കെ കഴിഞ്ഞ് ഓണത്തിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. ലേറ്റായിപ്പോയി. ഇത് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നതാണ്. വിതുരയിലാണ് ചേച്ചിയുടെ വീട്. അപ്പം നമുക്ക് വേണ്ടി ഉണ്ണിയപ്പം ഇടുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചേച്ചി ചായയും ഉണ്ണിയപ്പം ഒക്കെ ഇടുന്നതായിരുന്നു. നല്ല ചൂട് ഉണ്ണിയപ്പം കഴിച്ചായിരുന്നു ഞങ്ങളവിടെ നിന്ന്. അങ്ങനെ അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് നല്ല ഷൈ ആയിരുന്നു വീഡിയോ പിടിക്കണേൽ. ഞാൻ ഉണ്ണിയപ്പമൊക്കെ മറിച്ചിട്ട് പിന്നെ ഒരു കടയും കൂടെ ഉണ്ട്. അപ്പം പലവ്യഞ്ജന കടയാണ്. അപ്പം അതിൽ ചേച്ചി ഉണ്ണിയപ്പം ഇട്ട് കച്ചവടം കൂടെ ചെയ്യും. അങ്ങനെ ഉണ്ണിയപ്പം അതിനു വേണ്ടിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുള്ള ഓണ സെലിബ്രേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചേച്ചി അടുത്ത ഉണ്ണിയപ്പത്തിനുള്ളതും ഇട്ട് എണ്ണയിൽ. പിന്നെ ഇത് കരിഞ്ഞു പോകാതെ നോക്കണതിൽ മെയിൻ. മറിച്ചിട്ട് കറക്റ്റ് അത് വെന്ത് പരുവമായിട്ട് എടുക്കണം. അത് കഴിഞ്ഞ് ചേച്ചി മഷ്റൂം കാണിക്കാനായിട്ട് നമ്മൾ കൊണ്ടുപോയി. അവിടുത്തെ കൃഷിയാണ് ഇത്. കുറേ പേരെ ഞാൻ വീഡിയോ ഇട്ടതിൽ തെറ്റിദ്ധരിച്ച് ഞാൻ ചെയ്യുന്നതായിട്ടാണ് വിചാരിച്ചത്. അല്ല, ഞാൻ ചെയ്യുന്നതല്ല. ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ മഷ്റൂം കൃഷിയുണ്ട്. അപ്പോൾ ചേച്ചി അതിനെപ്പറ്റിയൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഇതുവരെയ്ക്കും സ്റ്റാർട്ട് ചെയ്തില്ല. സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോ ഇടും. അപ്പോൾ ചേച്ചി വൈക്കോലും വിത്തുമായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ ചേച്ചി 2 മുറിയിലായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ചേച്ചി പറഞ്ഞ് നീ അതിൽ പരുവായതൊക്കെ നീ എടുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് വിളവെടുക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയത്. കാരണം സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ കൃഷിയല്ല. ഞാൻ ചേച്ചിയുടെ കൃഷിയിൽ കൈകടത്തുകയാണ് ചെയ്തത്. അങ്ങനെ കറക്റ്റ് പരുവായതിനെയൊക്കെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഞാൻ പിടിക്കുമ്പോൾ ഇനി എല്ലാം കൂടെ എടുത്തുകൊണ്ട് വരുമോയെന്ന്. അതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ ചേച്ചി, പയ്യെ പിടിച്ചാൽ മതിയാ, എങ്ങനെയാണെന്ന് ചോദിക്കുന്നതാണ് കാണിച്ചത്. അങ്ങനെ നമ്മൾ മഷ്റൂം വിളവെടുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചേച്ചി വീണ്ടും കിച്ചണിൽ തന്നെ പോയി. ഞാൻ അവിടെ ആക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോയി. പിന്നെ ചേച്ചിയും ചേട്ടനും ഫാമിലി മൊത്തം അങ്ങ് വന്നായിരുന്നു. അപ്പം നമ്മൾ റൈഡിനൊക്കെ പോയി. നെടുമങ്ങാട് ഓണം പ്രമാണിച്ച് മേളയുണ്ടായിരുന്നു. അപ്പം മേളയ്ക്ക് പോയതിൻ്റെ വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണുന്നത്. അങ്ങനെ അവിടെ റൈഡിലൊക്കെ കയറിയതായിരുന്നു. അത് കഴിഞ്ഞ് ചേച്ചി തച്ചുന്ന ഡ്രസ്സാണ് കേട്ടോ ഇത്. പൊന്നിൻ്റെ ഓണക്കോടിയാണ്. എൻ്റെ സാരി കട്ട് ചെയ്തതാണ് പാവാട ഉടുപ്പ് അടിച്ചേക്കണത്. എനിക്കും ധാവണിയുടെ പാവാട അടിച്ചേക്കണത് ഈ സാരിയുടെ ബാലൻസിലാണ്. അപ്പം അതിൻ്റെ വീഡിയോയും കൂടെ ഇടാം. ഞങ്ങൾ ഈ ഇട്ടേക്കുന്നത് ആ സാരി അടിച്ച പാവാടകളാണ്. ബ്ലൗസ് ഓൾറെഡി ഉണ്ടായിരുന്നു 2 പേർക്ക്. പിന്നെ ഷോള് സെപ്പറേറ്റ് വാങ്ങിയിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ മേളയിലുള്ള പക്ഷികളെയും മീനുകളെയൊക്കെ കാണാൻ പോയി. അങ്ങനെ അതിനെ കാണുന്ന വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ മീനുകളുടെ പേരുകളൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ആ കുഞ്ഞു മീൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ മീനുകളൊക്കെ കണ്ടു. സ്പീഡിനാണേ പോണത്. അതാണ് വീഡിയോയും ഞാനും വീഡിയോ സ്പീഡിനായിട്ടാണ് പിടിക്കുന്നത്. അതാണ് പെട്ടെന്ന് ഇങ്ങനെ പോണത്. ഒരിടത്ത് നിന്ന് ടൈം കളഞ്ഞില്ല. ഇവിടുത്തെ ടിക്കറ്റ് 30 രൂപയായിരുന്നു. ഒരാൾക്ക് 30 കുട്ടികൾക്കില്ല. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി വ്യൂ ചെയ്യുമായിരുന്നു. ഞാൻ കുറേ നാളായി എവിടെയെങ്കിലും പോയിട്ട്. അപ്പോൾ ഓണം പ്രമാണിച്ച് നെടുമങ്ങാട് വരെ വന്നിട്ട്, ഞങ്ങൾ നെടുമങ്ങാടാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ മേള അടക്കുമ്പോൾ പോവാതിരിക്കണത് മോശമില്ലേ. അതുകൊണ്ട് ഞങ്ങളങ്ങ് ഇറങ്ങി. ചേച്ചിയെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഞങ്ങളങ്ങനെ പോയതാണ് മേളയ്ക്ക്. അവർ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ സിറ്റി പോയ വീഡിയോ ട്രിവാൻഡ്രത്തും പോയായിരുന്നു. അപ്പോൾ അവിടെ ലൈറ്റ് കണ്ട വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ എല്ലാം കൂടെ ലോങ് വീഡിയോ ആയിപ്പോയി.
അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിപ്പം ചേച്ചിയും ഫാമിലിയും, ഈ ചേച്ചിയും ഫാമിലിയും ഞാനും ഫാമിലി, ഞങ്ങൾ തമ്മിൽ മാത്രം വീഡിയോസാണ് ഇത്. പലതരം പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. തൂവൽ കൂടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രാവുകൾ. ഇതിൻ്റെയൊന്നും പേരുകൾ എനിക്ക് അറിയത്തില്ല കേട്ടോ. അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഓരോന്നിൻ്റെത്. പിന്നെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ഒരിടത്ത് നിന്ന് വീഡിയോ പിടിക്കാനുള്ള ടൈം കിട്ടിയില്ല. പെട്ടെന്ന് വീഡിയോ എടുത്ത് പോവുകയായിരുന്നു. അതിലൊരു കുഞ്ഞു കിളിയെ കണ്ട, അതിൻ്റെ കുഞ്ഞു വാവക്കിളിയും അതിനകത്തുണ്ട്. തീരെ കുഞ്ഞു കിളികൾ. ഇനി കാണുന്നത് ഡോഗിൻ്റെ സെക്ഷൻസാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡോഗ്സാണ്. അങ്ങനെ ഡോഗ്സിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾ സുഖം ഉറക്കമാണ്. അവർക്കൊക്കെ ആഹാരം കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂട. എല്ലാം തളർന്ന് കുഴഞ്ഞാണ് കിടക്കുന്നത്. പിന്നെ സൈഡിലൊരാട്ടിൻകുട്ടിയെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് പഞ്ചവർണ്ണ കിളിയെ എടുക്കുകയാണ്. അത് ചേട്ടന് ആഗ്രഹമായിരുന്നു, ചേട്ടൻ എടുക്കണമായിരുന്നു. പക്ഷേ നീ ചേച്ചിയുടെ മോളാണ് എടുത്തത്. ചേട്ടൻ പറഞ്ഞ് വേണ്ട, എടുക്കണ്ട എന്ന് പറഞ്ഞു. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ ലച്ചു എടുക്കുന്ന വീഡിയോയാണ് ഇനി കാണുന്നത്. അത് സംഭവം അള്ളി പിടിച്ചാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്തിരി പെയിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അവളും എൻജോയ് ചെയ്യായിരുന്നു. അത് ആര് കൈ കാണിച്ചാലും പോകും കേട്ടോ. അങ്ങനെ അവൾ പോസ് ചെയ്ത് തന്നു. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടൻ കൈ കാണിച്ച് കൊടുത്തപ്പോഴേ ചേട്ടൻ്റെ കയ്യിലും കയറി. പൈസ കൊടുക്കാതെ എന്നെ ചേട്ടൻ്റെ ആഗ്രഹം സാധിച്ചു. അത് ചേട്ടൻ്റെ കയ്യിൽ തന്നെ കയറിയായിരുന്നു.
അങ്ങനെ അവിടെ നിന്ന് ആ ചേട്ടൻ പറഞ്ഞ് 50 രൂപ വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് അയ്യോ ഞാൻ ഈ പരിസരത്തുള്ള അല്ലേ എന്ന് പറഞ്ഞ് മുങ്ങണയാണ്. അത് കഴിഞ്ഞ് അവള് പാമ്പിനെയും കൂടെ എടുക്കാനായിട്ട് നിന്നു. പാവൻ കൊച്ചിനെ ചേച്ചി കൊല്ലുകയാണ്. ചേച്ചി എടുക്കണം എന്ന് പറഞ്ഞിട്ട് പാവ അതിനെ കൊണ്ട് എടുപ്പിക്കണയാണ്. കൊച്ചാണെങ്കിൽ പാമ്പിന് ഒരു കളിപ്പാട്ടം പോലെയാണ് എടുത്ത് കൈ കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിള്ളേരെ റൈഡിന് കൊണ്ടുവന്നു. അങ്ങനെ ഓരോന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അതിൽ കയറണം ഇതിൽ കയറണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊന്നു. അവസാനം നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒന്നിൽ കയറ്റാമെന്ന് പറഞ്ഞു. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ DJ ഉണ്ടായിരുന്നു. പിന്നെ പൊന്നൂന് ഒരു കാറിൽ കയറ്റി. അപ്പോൾ നിങ്ങൾ ഫോട്ടോഷൂട്ട് കണ്ടാലോ? അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അതിൻ്റെ ബാക്കിൽ അമ്മയും കൂടെ ഇരുത്തി ഫോട്ടോ എടുക്കാൻ. അമ്മ മുങ്ങിയതാണ്, പക്ഷേ അറിഞ്ഞില്ല ഫോട്ടോയിലായിരുന്നു. അങ്ങനെ നീ ചേച്ചി ഹാപ്പിയാണ്, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ഇടണേ. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ബൈ.